റവന്യൂ മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ എം രാജേഷ്, മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഒട്ടേറെ മന്ത്രിമാർ, മിനിസ്റ്റർ കേളു അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ മൂത്തി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇവിടുത്തെ ഇനി ശുചീകരണ പ്രവർത്തനങ്ങൾ, നമുക്ക് ആ കടകളുടെ ഒരു അവസ്ഥ നോക്കാം. കാര്യം ഇവിടെ ഒക്കെ തന്നെ ഈ കടകളിലൊക്കെ തന്നെ പൂർണ്ണമായും പലചരക്ക് കടയാണ്, ചെറിയ ഹോൾസെയിൽ ഈ മാർജിൻ ഫ്രീ മാർക്കറ്റൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണായിരുന്നു ചൂരൽമല എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ എല്ലാം ചെളിയും മറ്റു കാര്യങ്ങളും കയറി കിടക്കുകയാണ്. ചേട്ടാ, പ്രദേശവാസിയാണോ? അശോകൻ എന്നാ പേരല്ലേ? ഈ എന്താ ചേട്ടാ, നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വീട്ടിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ രാവിലെ 6 മണിക്ക് ഞാൻ ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ രാത്രി 10 മണിക്കാണ് ഞാൻ വീട്ടിൽ പോവുക. ഞാൻ ഈ ഓട്ടോ ഓടിച്ച് ഇവിടെ ഉപജീവന മാർഗം നടത്തുന്ന ആളാണ്. അപ്പോൾ നമ്മളെ ഓട്ടോറിക്ഷയൊക്കെ ഈ മണ്ണിൻ്റെ അടിയിൽ അന്ന് രാത്രി 11 മണിക്കാണ് ഞാൻ ഈ ടൗണിൽ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഈ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തി അന്ന് ഫ്ലഡ് നടക്കുന്നത്. ഇത് ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണോ? എൻ്റെ ഓട്ടോറിക്ഷയാണ്. ഇത് എൻ്റെ ഓട്ടോറിക്ഷയാണ്. ഞാനിപ്പോൾ എടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. ഈ വണ്ടി എടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. ഞാൻ 3 മാസമായിട്ട് ഞാൻ ഈ ടൗണിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഫ്ലഡ് നടക്കുന്ന അന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ ഒരുപാട് ആളുകളെ ഈ ഓട്ടോറിക്ഷയിലാണ് അവരെ കുടുംബക്കാരെ വീട്ടിലൊക്കെ എത്തിച്ച്, അത് കഴിഞ്ഞിട്ടാണ് രാത്രി 11 മണിക്കാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അത് കഴിഞ്ഞ് രാത്രി 1 മണി 1:30 സമയത്ത് ഭയങ്കര നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഓടി വരുന്നത്. ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത്. ആ സമയത്ത് പിന്നീട് ഞാൻ വന്ന് കുറച്ചു നേരം നോക്കിയപ്പോൾ ഇവിടെ ആകെ പരന്ന് കിടക്കും. ആ സമയത്ത് ആൾക്കാരെ രക്ഷിക്കാൻ ഓട്ടോ എടുത്ത് വന്നത്. ആ സമയത്താണ് ഞാൻ ഇവിടെ ഓടി വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സൗണ്ട് കേട്ടിട്ടാണ്, വലിയൊരു സൗണ്ടായിരുന്നു. ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ തിരിച്ച് പാലത്തിൻ്റെ അങ്ങോട്ട് ഓടി. ഞങ്ങൾ ആ ബംഗ്ലാവിലേക്ക് ഓടി രക്ഷപ്പെടുകയും കിടക്കുന്ന ആ ബംഗ്ലാവിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. ഓട്ടോ പൂർണ്ണമായും നശിച്ചു. ഈ നാട് എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഒരു നാടായിരുന്നു. ഈ നാട്ടിൽ നമ്മൾ സഹോദരന്മാരെ പോലെ ഞങ്ങൾ കഴിഞ്ഞ ആൾക്കാരാണ്. മൊത്തത്തിൽ എല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുന്ന ആൾക്കാരാണ്. ആ ആളുകളാണ് ഇന്ന് പോയി ഛന്ന ഭിന്നമായിട്ട് പല സ്ഥലങ്ങളിലും ആയി കിടക്കുന്നത്. ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഫ്രണ്ട്സുകൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. നമുക്ക് ആ ഓട്ടോ നോക്കാം. മൊത്തി അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗ്ഗമായിരുന്നു ഈ ഓട്ടോറിക്ഷ. അത് കണ്ടില്ലേ, അതിൽ പൂർണ്ണമായും ചെളിയിൽ അമർന്നിരിക്കുന്ന 3 മാസം മുമ്പ് വാങ്ങിയ ഓട്ടോറിക്ഷയാണ്. അത് പൂർണ്ണമായും ചെളിയിൽ അമർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി തിരിച്ച് അത് പഴയ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ ഒരു നാടില്ല. ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജനങ്ങളെ അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചായിരുന്നു അദ്ദേഹം ഉപജീവനമാർഗ്ഗം കഴിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞില്ല, 6 മണിക്ക് വന്നാൽ രാത്രി 10 മണി ഇവിടുത്തെ ജനങ്ങളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി അങ്ങനെ ഉപജീവനം കഴിക്കുന്ന ഒരു മനുഷ്യൻ. എന്താ ചേട്ടല്ലേ, ആ മനുഷ്യന് ഈ ഒരു നാടില്ല. ഇനി ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു പ്രദേശമില്ലാതായിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും അങ്ങനെ ഒരു പ്രദേശമില്ലാതായിരിക്കും. ഒരു ഉപജീവന മാർഗം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് വേണം. അത് തന്നെയാണ് കേരളം ചെയ്യുന്നതും. അങ്ങനെയൊക്കെയുള്ള ഓരോ മനുഷ്യർക്കും ഓരോ അനുഭവങ്ങളും ഓരോ ദുഃഖങ്ങളും ഒക്കെ തന്നെയാണ് പറയാനുള്ളത്. മോത്തി ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. വലിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന പലപ്പോഴും സംസാരിക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഒരവസ്ഥയുണ്ട്. കാര്യം ഉറ്റവരെയൊക്കെ തന്നെ നഷ്ടമായി, ജീവിതം ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോ നഷ്ടമാകുന്നു, സുഹൃത്തുക്കളെ കാണാനില്ല. കാര്യം അദ്ദേഹം പറഞ്ഞ ശേഷം രാത്രി ഒക്കെ തന്നെ അന്ന് ഉച്ച മുതലൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പല ആൾക്കാരെയും സ്വന്തം നാട്ടിലേക്ക് ഈ പുഞ്ചിരിവട്ടത്തേക്കും അതുപോലെ തന്നെ മുണ്ടകയിലേക്ക് തന്നെ കയറ്റിക്കൊണ്ട് പോയവരാണ്. അല്ലെങ്കിൽ ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ കയറ്റിക്കൊണ്ട് പോയവരാണ്. അവരാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥ, ഈ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു ജീവിതം തന്നെയാണ് പല അവസ്ഥയിലും. ചേട്ടാ, നമുക്ക് തിരിച്ചു വരണ്ടേ? ഈ നാട് തിരിച്ചു വരില്ലേ? വരണം തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്കൊരു ആശങ്ക ഉണ്ട് ഇതിൽ. എന്താ ഇനി സർക്കാർ എന്തൊക്കെ നടപടി സ്വീകരിക്കും? നമ്മളെ ആളുകളെ എല്ലാവരും ഇപ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഒരാളായി ബാക്കി നിൽക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. എന്താ അവരെ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അവരെ മാനസികാവസ്ഥ വളരെ ഇതായി പോകും. അപ്പോൾ അവരെ എല്ലാവരും കൂട്ടിപ്പിടിച്ചും കൊണ്ട് ഒന്നിച്ച് ഈ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുമ്പോൾ ഈ ആളുകളെ എല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. മൊത്തം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നറിയോ, ഈ നാടിൻ്റെ ഒരു ഐക്യം എന്താണ്. കാര്യം ഇവിടെ പള്ളിയിലെ പെരുന്നാൾ വന്നാലും അമ്പലത്തിലെ ഉത്സവം വന്നാലും അത് നാടിൻ്റെ ഉത്സവമായി മാറുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒറ്റ ആൾ മാത്രം അവശേഷിച്ചുകൊണ്ട് ആ മനുഷ്യരെ പോലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. ഇപ്പോഴും കണ്ണ് നിറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോ. ഒരു വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ചേട്ടാ, എല്ലാം ശരിയാവും. കേരളം, ഈ നാട് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എല്ലാവരും ഉണ്ടാവും. തീർച്ചയായിട്ടും കണ്ണൻ നായർ, നമുക്ക് ആ സഹോദരനോട് പറയാനും അതുപോലെ എത്രയോ നഷ്ടപ്പെട്ട മനുഷ്യരോട് പറയാനും ഈ ഒരൊറ്റ വാക്കേ ഉള്ളൂ, എല്ലാം ശരിയാവും. നമ്മളത് ശരിയാക്കിയെടുക്കും. നമ്മളുടെ ആ മനസ്സാണ് കൂടെ ഉള്ളത്. അവനവൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് ആ നാടിനെ പഴയപടിയിൽ ആക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് സ്നേഹം നിറഞ്ഞ മലയാളികളെല്ലാം ഇപ്പോഴുള്ളത്. നമുക്കറിയാം, എല്ലാം ശരിയാവും എന്ന് മാത്രം പറയുന്നു.